ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ ക്ലി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എൻട്രൻസിനെ കുറിച്ചാണ്. കേരളത്തിലെ ഏത് ലോ കോളേജിൽ പഠിക്കണമെങ്കിലും നമ്മൾ ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇതിൽ 3 കാറ്റഗറിയിലെ പരീക്ഷകളാണ് സാധാരണയായിട്ട് നടത്തുന്നത്. 1 5 വർഷത്തെ LLB, 2 3 വർഷത്തെ LLB, പിന്നെ LLM. ഇതിൽ 5 വർഷത്തെ LLB കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് +2 ഡിഗ്രി മതി. +2-ന് 40% മാർക്ക് SC/ST വിഭാഗത്തിനും 45% മാർക്ക് മറ്റ് വിഭാഗങ്ങൾക്കും ഉണ്ടെങ്കിൽ ഇതിൻ്റെ എൻട്രൻസിൽ പങ്കെടുക്കാം. എൻട്രൻസിൽ നല്ല മാർക്ക് വാങ്ങുകയാണെങ്കിൽ 5 വർഷത്തെ LLBക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു ലോ കോളേജിൽ ചേർന്ന് പഠിക്കാവുന്നതാണ്. 2ാം കാറ്റഗറിയാണ് 3 വർഷത്തെ LLB. അതിന് ഡിഗ്രിക്ക് 40% മാർക്ക് SC/ST വിഭാഗത്തിനും 45% മാർക്ക് മറ്റ് വിഭാഗങ്ങൾക്കും ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ എൻട്രൻസിൽ പങ്കെടുത്താൽ അതിലെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ്. അടുത്തത് LLM എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചാണ്. LLM-ന് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടത് LLB ആണ്. LLB ഉള്ള കുട്ടികൾക്ക് LLM-ൻ്റെ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനിൽ പങ്കെടുക്കാം. അതിൽ നല്ല സ്കോർ വാങ്ങുകയാണെങ്കിൽ നല്ല കോളേജുകളിൽ LLM-ന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഹൈ സ്കോറിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയാൽ ഗവൺമെൻറ് സെക്ടറിൽ തന്നെയുള്ള നല്ല ലോ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈ മുകളിലൊരു വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയിട്ട് www.cee.kerala.gov.in എന്ന് പറയുന്ന ഈ വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ +2 പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ റിസൾട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ അവരെ പങ്കെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ LLB കോഴ്സിന് അവരെ ചേർക്കാൻ സാധിക്കും. ഇതിൻ്റെ പരീക്ഷ സാധാരണ 2 മണിക്കൂറാണ്. 200 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ നോളജ്, പിന്നെ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും. സോ നമുക്കറിയാവുന്ന കുട്ടികളെ മാക്സിമം ഈ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കാൻ നമ്മളെല്ലാം ശ്രമിക്കുക.